ബി.ജെ.പിയുടെ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയായിരുന്നു നടന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിലെ ആനകൾക്കും രക്ഷയില്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. തേക്കിൻകാട് മൈതാനത്തെ കൊക്കന്നിപ്പറമ്പിൽ തളച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ ഉടൻ അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. കൊക്കർണിപ്പറമ്പിലെ ആനക്കോട്ടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മതപ്പാടിലുള്ള എറണാകുളം ശിവകുമാർ, ദേവിദാസൻ, എഴുന്നള്ളിപ്പിന് പോകുന്ന ഗോവിന്ദൻ, ശ്രീരാമൻ എന്നീ 4 ആനകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഗോവിന്ദനെയും ശ്രീരാമനെയും കഴിഞ്ഞ ദിവസം പാപ്പാന്മാർ എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയിരുന്നു. എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് ആനയെ തിരികെ കൊണ്ടുവരാൻ നേരത്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആന നിരോധനം. ഇതോടെ ദേവസ്വം ഭാരവാഹികൾ ഇടപെട്ട് ആനകളെ തൃപ്പൂണിത്തറയിലെ വാടകയ്ക്കെടുത്ത പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് അടുത്ത നിർദ്ദേശം: മതപ്പാടുള്ള ആനകളെ മാറ്റണം. എന്നാൽ മതപ്പാടുള്ള ആനകളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്നും നിർബന്ധമാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാറ്റാമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടുപോവുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേറെ ഒരു നിവർത്തിയും ഇല്ലാതായതോടെ അവസാനം കൊക്കർണിപ്പറമ്പിൽ മയക്കുവെടി വിദഗ്ധരെ നിയമിക്കുകയും അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്തു. എന്നാൽ മുൻപ് തേക്കിൻകാട് മൈതാനത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നാടുകടത്തിയിരുന്നു. മൃഗങ്ങളെ ഏറെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ആരാധിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതെന്തുപറ്റി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങളെ കാണാനും സംവദിക്കാനും ഈ മൃഗങ്ങൾ ഒരു തടസ്സമാണോ? ആനകളെ നീക്കം ചെയ്യുന്ന സാഹചര്യം നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിനു മുൻപ് പശുക്കളെ നാടുകടത്തിയത് എന്തിനാണ്? പശുക്കളെ മാതാവായി കാണുകയും ബഹുമാനത്തോടെ ഗോമാതാവ് എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന അതേ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ആ മൃഗങ്ങളെ നാടുകടത്തിയിരിക്കുന്നത്. മുൻപ് രാജ്യത്ത് മുഴുവൻ കന്നുകാലി കശാപ്പിന് കടിഞ്ഞാണിട്ടുള്ള വിജ്ഞാപനം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇന്ത്യയിൽ ഇതിനോടകം ഗോവധം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. കശാപ്പിനായി കന്നുകാലി ചന്തകൾ വഴി കന്നുകാലികളെ വിൽക്കരുതെന്ന ഉത്തരവ് ഇതേ സർക്കാർ തന്നെയാണ് കൊണ്ടുവന്നതും. അന്ന് ആട് ഒഴികെയുള്ള കന്നുകാലികളെയാണ് കശാപ്പ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ അതേസമയം ഗോവധം നിരോധിച്ചിരിക്കുന്നത് രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിലായിരുന്നു. ഇത്രയൊക്കെ മൃഗസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന അതേ സർക്കാർ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനു വേണ്ടി സുരക്ഷയൊരുക്കാനായി പശുക്കളെ നാടുകടത്തിയത്. ബി.ജെ.പി. നടത്തുന്ന പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ പോലും പശുക്കൾ ഉണ്ടാകേണ്ടതാണ്. 2018 കർണാടക അസംബ്ലി തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ ബി.ജെ.പി. ഉയർത്തിക്കാണിച്ച പ്രധാന ആവശ്യവും ഗോവധ നിരോധന നിയമപ്രകാരം ഗോവധവും ബീഫ് വിൽപ്പനയും നിരോധിക്കുക എന്നതായിരുന്നു. ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ ഈ നിയമം കൊണ്ടുവരുമെന്ന് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും അവകാശം ഉന്നയിച്ചിരുന്നു. നേരത്തെ 2010 ബി.ജെ.പി. കർണാടകയിൽ ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരത്തിൽ ബില്ല് പാസാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ഇതിന് അന്ന് ലഭിച്ചിരുന്നില്ല. പിന്നീട് 2013 കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഈ ബില്ല് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗോസംരക്ഷണത്തിനായി ഘോരഘോരം പ്രസംഗിക്കുകയും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്ത അതേ പാർട്ടിക്ക് മോദി സന്ദർശനത്തിന് വരുമ്പോൾ ഇതെന്തുപറ്റി? പ്രധാനമന്ത്രിക്ക് വേണ്ടി നിയമങ്ങൾ സൃഷ്ടിക്കാനും മാറ്റിയെഴുതാനും വേണ്ടി മാത്രമുള്ളതാണോ പാർട്ടി? എന്തായാലും ഈ പ്രവൃത്തി ചിലപ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തന്നെ ഇടയായേക്കുമെന്നാണ് വിലയിരുത്തൽ.